ജയിൽവാസം അനുഭവിച്ചപ്പോൾ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ ആ മാളികപ്പുരയിൽ മുകളിൽ ആ റൂമിൽ കിടക്കുന്ന ഈ വീട്ടുകാരൻ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വിളിച്ചപ്പോൾ ആ വിളി അങ്ങ് കേൾക്കുകയാണ്. സൗദി അറേബ്യയിൽ ജയിലറയിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ വീരാനാജിക്ക് കൈപിടിച്ച് ജയിലിൽ നിന്ന് മോചനം നേടിക്കൊടുക്കുന്നു. അവിടെയുള്ള രേഖകളൊക്കെ ക്ലിയർ ചെയ്യുന്നു. ഈ വലിയ കറാമത്തിന്റെ പിന്നിൽ എത്ര കറാമത്തുകളാണ്! ആരാണ് പ്രിയപ്പെട്ടവരെ? ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂർ. സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിൽ ശൈഖുനാന്റെ സമ്മതപ്രകാരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീരാൻ ഹാജി, അതേ അദ്ദേഹത്തിന്റെ ജോലികൾക്കിടയിൽ അതേ ഒരു കടയുടെ പരിസരത്തിലൂടെ കടന്നു പോകുമ്പോ അവിടെ രണ്ട് ഹാജിമാരെ കാണുകയാണ്. കടക്കാരുമായ മലയാളികളായ ഹാജിമാര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ നാട്ടുകാരാണല്ലോ, കേരളക്കാരാണല്ലോ, എന്താ നിങ്ങൾ ഇവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ രണ്ട് ഹാജിമാരായ മലയാളികൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ഇങ്ങനെ ഹറമില്ലെന്ന് നടന്നു വരുമ്പോ ഒരു താക്കോൽ കൂട്ടം കണ്ടു. ആ ചാവിക്കൂട്ടം ഞങ്ങൾ എടുത്ത് ആരുടേതോ നഷ്ടപ്പെട്ടു പോയതായിരിക്കും എന്ന് കരുതി വാഹനങ്ങൾ അതിലെ പോകുമ്പോൾ ആ ചാവികൾ അതാ നശിച്ചു പോകാതിരിക്കാൻ മറ്റാരെങ്കിലും കാലുകൊണ്ട് തട്ടിപ്പോയി ആ താൽക്കോൽ കൂട്ടത്തിന്റെ ഉടമസ്ഥന് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾ ആ ചാവിക്കൂട്ടമെടുത്ത് ഈ കടക്കാരന് നൽകിയപ്പോ ഇവര് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവരുടെ സംസാരം മനസ്സിലാകുന്നില്ല. ഇവര് ഞങ്ങൾ കളവ് നടത്തിയവരാണെന്നാണ് ഇവര് ധരിച്ചിരിക്കുന്നത്. ഇവര് പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വീരാനാജി പറഞ്ഞു, ഇവര് കള്ളന്മാരല്ല, ഇവരെന്റെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്നവരാണ്. ഇവര് ഈ റോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ആ ചാവിക്കൂട്ടം എടുത്ത് ഉടമസ്ഥന് കിട്ടാൻ വേണ്ടി നിങ്ങളെ ഈ കടയിൽ എടുത്ത് ഏൽപ്പിച്ചതാണ്. ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സുഹൃത്തുക്കളെ, വീരാനാജി അറബി ഭാഷയിൽ കടക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതായി കടക്കാര് വിളിച്ച പോലീസുകാര് വരുന്നു. ഈ രണ്ട് മൂന്നാളുകളെ ചൂണ്ടിയിട്ട് കടക്കാര് പോലീസുകാരോട് വിവരം കൈമാറുകയാണ്. ഈ മൂന്നാളിൽ അറബി സംസാരിക്കാൻ അറിയുന്ന ആള് വീരാനാജിയാണ്. നിയമപാലകന്മാര് പറഞ്ഞു, ഇയാളെ പിടിച്ചു കൊണ്ടുപോകാം. കാരണം ഭാഷ അറിയാത്ത മലയാളികളെ പിടിച്ചാൽ നമുക്ക് അവരോട് ചോദ്യം ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വീരാനാജിയെ പിടിക്കുകയാണ്. നിരപരാധികളെ സഹായിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ എത്തിപ്പെട്ട വീരാനാജിയെ നിയമപാലകന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്നു. ജയിലറയിൽ അടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഉപകാരം ചെയ്തതിനുള്ള ഉപഹാരം ലഭിക്കുകയാണ്. ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. സുഹൃത്തുക്കളെ, ഇരുമ്പഴിക്കുള്ളിൽ വീരാനാജി കിടക്കുമ്പോ വല്ലാതെ മനസ്സങ്ങ് പതറുകയാണ്. അന്നത്തെ രാത്രിയിൽ വീരാനാജി സങ്കടപ്പെടുകയാണ്. അല്ലാഹുവേ, ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് നിന്റെ ഹറമുകളുള്ള ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് റബ്ബേ? ഞാൻ എന്റെ നാട്ടുകാരായ രണ്ട് പാവപ്പെട്ട ഹാജിമാരെ ആ കടക്കാരൻ തെറ്റിദ്ധരിച്ചപ്പോ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനൊന്ന് സംസാരിച്ചു എന്നതല്ലേ ഞാൻ ചെയ്ത തെറ്റ്?
അല്ലാഹുവേ, ഇത് എത്ര വലിയ പരീക്ഷണമായി പോയി. അദ്ദേഹം മനസ്സങ്ങ് പൊട്ടുകയാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. കോഴിക്കോട് കിടക്കുന്ന ശൈഖുനാ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ രാത്രിയിൽ ജയിലറയിൽ നിന്ന് അദ്ദേഹം വിളിക്കുകയാണ്. ജീവിച്ചിരിപ്പുള്ള സിയം വലിയുല്ലാഹിയാണ് വിളിക്കുന്നത്. കാരണം അറിയാം, അനുഭവങ്ങളിലൂടെ ശൈഖുനാ സിയം വലിയുല്ലാഹി സൗദി അറേബ്യയിൽ കഴിയുന്ന ജയിലറയിൽ കഴിയുന്ന എന്നെ രക്ഷപ്പെടുത്താൻ കറാമത്തുള്ള ആളാണെന്ന് സിയം വലിയുല്ലാഹിയെ വിളിച്ച് സങ്കടം പറയുന്നു. ശൈഖുനാ, നിങ്ങളോട് സമ്മതം വാങ്ങിയിട്ടല്ലേ ഞാൻ ഈ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വന്നത്? എനിക്ക് നിങ്ങൾ സമ്മതം തന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ സൗദി അറേബ്യയിലേക്ക് വന്നത്? ഇവിടെ വന്നത് ജയിലിൽ കഴിയാനാണോ? ഈ ഇരുമ്പഴിക്കുള്ളിൽ ജീവിക്കാനാണോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ജയിലറയിൽ നിന്ന് ഇന്നത്തെ രാത്രി എന്നെ രക്ഷപ്പെടുത്തുമോ? എന്റെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കി തരുമോ? സിയം വലിയുള്ളാഹിയെ വിളിച്ചിട്ട് സങ്കടം പറയുകയാണ്, ആവലാതിപ്പെടുകയാണ്. വെള്ളിമാട് കുന്നില വീരാനാജി, സുഹൃത്തുക്കളെ, ജയിലിലുള്ള ഇരുട്ടിൽ അതാ പെട്ടെന്ന് ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെടുന്നു. ദൂരെ നിന്ന് ഒരു മങ്ങലുള്ള വെളിച്ചത്തിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നത്, മുമ്പിൽ നിന്നിങ്ങനെ നടന്നു വരുന്നത് കാണുകയാണ്. നേരെ തന്റെ കാഴ്ച കൊണ്ട് വളരെ കൃത്യമായി വളരെ ദൂരെ അങ്ങ് വല്ലാതെ തുറിച്ചു നോക്കുകയാണ്. ഞാൻ എന്റെ ശൈഖിനെ വിളിച്ചല്ലോ. ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹിയാണല്ലോ. അടുത്തടുത്ത് മുമ്പോട്ട് മുന്നോട്ട് മുന്നോട്ട് അടിവച്ച് വരുമ്പോഴൊക്കെയും ബോധ്യമാകുന്നത് ഇത് ശൈഖ് സിയം ആണ്. സിയം വലിയല്ലാഹ്, സിയം വലിയല്ലാഹ്, സിയം വലിയല്ലാഹ്, അൽ മദദ് യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഇതാരാണ്? എന്റെ ശൈഖാണോ? സിയം വലിയുള്ളാഹിയാണോ? സിയം വലിയുള്ളാഹ്, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? ഈ ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന എന്റെ മുമ്പിൽ ഈ ജയിലറയുടെ അകത്തളത്തിൽ എങ്ങനെയാണ് മഹാനരെ അവിടുന്ന് കടന്നു വന്നത്? സുബ്ഹാനല്ലാഹ്. സിയം വലിയുള്ള പറയുകയാണ്, പേടിക്കണ്ട, ഞാൻ ഹജ്ജിന് വന്നപ്പോൾ നിങ്ങൾ ജയിൽവാസം അനുഭവിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നതാണ്. ഉടനെ വീരാനാജി ജയിലിൽ വരാനുള്ള കാരണം പശ്ചാത്തലം വിവരിച്ചു കൊടുക്കുകയാണ്. ഖുതുബുൽ ആലം ശൈഖുനാ മടവൂർ റളിയല്ലാഹു അൻഹു വീരാനാജിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, കൂടെ വരൂ. ജയിലിന്റെ കതകു തുറന്ന് ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് തടവറയിൽ നിന്ന് തന്റെ മുരീരാകുന്ന വെള്ളിമാട് കൊണ്ടില വീരാനാജിയെ കൈപിടിച്ച് പുറത്തേക്കിറക്കുന്നു. മലിക്കുൽ മടവൂർ, മടവൂരിലെ രാജാവ് ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാഹ്
നിന്ന് ശൈഖുനാന്റെ കൂടെ വീരാനാജി പുറത്തിറങ്ങി. അതേ റോട്ടിൽ കാണുന്ന കാറിൽ കയറാൻ പറഞ്ഞു. ശൈഖുനാന്റെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വീരാനാജിയുടെ റൂമിന്റെ മുമ്പിൽ ഇറക്കുകയാണ്. ഹാജിയോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. വീരാനാജി നോക്കി നിൽക്കുമ്പോ ശിയം വലിയുള്ളാഹി ജയിലിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്ന കാറ്, അതേ ആ കാറിൽ ശൈഖുന മുമ്പോട്ട് യാത്ര പോകുന്നു. റൂമിലുള്ള കൂടെയുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവര് കതക് തുറന്നപ്പോൾ നട്ടപ്പാതിര നേരത്ത് അതേ ജയിൽ പുള്ളിയെയാണ് മുമ്പിൽ കാണുന്നത്. അവര് കതക് അടച്ചു കളഞ്ഞു, അകത്തേക്ക് കയറ്റിയില്ല. ഇത് സൗദി അറേബ്യയാണ് രാജ്യം. ഇവിടെ ജയിൽ പുള്ളി പുറത്തു വന്നാൽ ആ ജയിൽ പുള്ളിയെ സംരക്ഷിച്ചാൽ അതേ തൂക്കുമരത്തിൽ കയറ്റപ്പെട്ടേക്കും. അവര് അകത്തേക്ക് കയറ്റിയില്ല. വീരാനാജി ചിന്തിക്കുകയാണ്, അല്ലാ അല്ലാ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഒരു പാവങ്ങളെ സഹായിച്ചപ്പോ ജയിലിൽ കുടുങ്ങി. ജയിലിൽ നിന്ന് സിഎം വലിയുള്ളാനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചപ്പോ അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തി ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ആരും എന്നെ സഹായിക്കുന്നില്ലല്ലോ. തൊട്ടടുത്തുള്ള റൂമുകാരെ വിളിച്ചു. അവർ ജനൽപ്പൊളികൾ തുറന്നപ്പോ വീരാനാജിയെയാണ് കാണുന്നത്. പാതിരാ സമയത്ത് ഇവര് ജയിലിൽ ചാടി വന്ന ആളായതുകൊണ്ട് അകത്ത് കയറ്റിക്കൂടാ. നേരം വെളുത്തപ്പോൾ വീരാനാജിയെ കൂട്ടിയിട്ട് റൂമിലുള്ള തന്റെ നാട്ടുകാരുമല്ലാത്തവരും അതേ ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിട്ടതാ ജയിലിന്റെ അധികൃതരുമായി സംസാരിക്കുകയാണ്. ഇദ്ദേഹം നട്ടപ്പാതിര നേരത്ത് ഞങ്ങളെ റൂമിൽ നിന്ന് വിളിച്ചു. ഇദ്ദേഹം ജയിൽ പുള്ളിയായിരുന്നല്ലോ. ഇദ്ദേഹത്തെ നിങ്ങൾ നിയമപരമായി തന്നെ പുറത്തേക്ക് വിട്ടതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം ചാടിക്കളഞ്ഞതാണോ? ആ സമയത്ത് ശൈഖുന സിഎം വലിയുള്ളാഹിയുടെ മുരീദാകുന്ന മുഹിബ്ബാകുന്ന വീരാനാജിയെ കുറിച്ച് ജയിലധികൃതർ പറയുന്നു, ഇദ്ദേഹത്തെ ഞങ്ങൾ മോചിപ്പിച്ചതാണ്. അവരതാ എല്ലാവരും വീരാനാജിയുടെ കൂടെ സന്തോഷത്തോടെ തിരിച്ചു പോരുമ്പോ ഉണ്ടായ അനുഭവങ്ങൾ അവർക്ക് വീരാനാജി അവതരിപ്പിച്ചു കൊടുക്കുന്നു. സിഎം വലിയുള്ളാഹി കാന അദീമാ ഫബിജാഹി ഇർഹം കുല്ലനാ തർഹീമാ. ജയിൽവാസം അനുഭവിച്ചപ്പോൾ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ ആ മാളികപ്പുരയിൽ മുകളിൽ ആ റൂമിൽ കിടക്കുന്ന ഈ വീട്ടുകാരൻ ഖുത്ബുൽ ആലം സിഎം വലിയുള്ളാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വിളിച്ചപ്പോൾ ആ വിളി അങ്ങ് കേൾക്കുകയാണ്. സൗദി അറേബ്യയിൽ ജയിലറയിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ വീരാനാജിക്ക് കൈപിടിച്ച് ജയിലിൽ നിന്ന് മോചനം നേടിക്കൊടുക്കുന്നു. അവിടെയുള്ള രേഖകളൊക്കെ ക്ലിയർ ചെയ്യുന്നു. ഈ വലിയ കറാമത്തിന്റെ പിന്നിൽ എത്ര കറാമത്തുകളാണ്! ആരാണ് പ്രിയപ്പെട്ടവരെ? ഖുത്ബുൽ ആലം ശൈഖുന മടവൂർ വീരാനാജി റൂമിലെത്തിയതിന് ശേഷം അതാ ഉടനെ പുറപ്പെടുകയാണ്. മക്കത്തുൽ മുക്കർറമയിൽ ചെല്ലുകയാണ്. സിഎം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു തങ്ങളെ അന്വേഷിക്കുകയാണ്. സിഎം വലിയുള്ളാഹി ഈ വർഷം ഹജ്ജിന് വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ജയിലിൽ വന്നിട്ട് എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയതാണല്ലോ.
ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി എന്റെ മുമ്പിൽ നിന്ന് കാറിലൂടെ യാത്ര പുറപ്പെട്ടതാണല്ലോ. ഹറമിലും പരിസരത്തുമുള്ള മലയാളികളോട് അന്വേഷിക്കുകയാണ്. അവരാരും ശൈഖുനാനെ കണ്ടവരില്ല. എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായി. ശൈഖുന ഇവിടെ എത്തിയിട്ടില്ല, ശൈഖുനാനാരും കണ്ടിട്ടില്ല എന്ന വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് ബന്ധപ്പെടുന്നു. അന്നത്തെ സൗകര്യത്തിൽ ടെലഫോൺ ചെയ്തിട്ട് സംസാരിക്കുന്നു. സ്വന്തം ഭാര്യയാണ് ഫോൺ എടുത്തത്. സുഹൃത്തുക്കളെ, ഭാര്യയോട് ചോദിക്കുന്നു, മടവൂർ ശൈഖുന കോഴിക്കോട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കണം. ഫോൺ എടുത്ത ഭാര്യ പറയുന്നു, ഇന്നലെ ഞാൻ ശൈഖുനാനെ കാണാൻ പോയിരുന്നു, സുഖമാണ്, അവിടുത്തേക്ക് റാഹത്താണ്, ആരോഗ്യവാനാണ്. കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ അവിടുന്ന് എന്നുമുള്ളതുപോലെ സന്ദർശകരെ സ്വീകരിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ മലർന്നു കിടപ്പുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ CM വലിയുള്ളാനെ പ്രത്യേകം അന്വേഷിക്കാൻ കാരണം ഒന്നുമില്ല, സൗദി അറേബ്യയിൽ ഉണ്ടെന്ന വിവരം കേട്ടപ്പോൾ അന്വേഷണം നടത്തിയതാണ്. CM വലിയല്ലാഹ്, CM വലിയല്ലാഹ്, CM വലിയല്ലാഹ്, അൽ മദദ് യാ അല്ലാഹ്. വെല്ലനീലറ്റിനും എന്നെ വിളിഫോർക്ക് വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോ പറയും. ശൈഖുനാ മടവൂർ റളിയല്ലാഹു അൻഹു ഇന്നും ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സഹായം ലഭിക്കാനും അവിടുന്ന് നമ്മളെ വിളി കേൾക്കാനും നാം നിർവഹിക്കേണ്ടതെന്താണ്? കളങ്കമില്ലാത്ത സ്നേഹം കൊടുക്കുക എന്നതാണ്. എല്ലാ ദിവസവും ഫാത്തിഹ ഓതാത്തവര്, ശൈഖുനാന്റെ പേരിൽ യാസീൻ ഓതാത്തവര്, ഐനുന്നൂർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരിൽ ഉണ്ടാകരുത്. എല്ലാവരും ശൈഖുനാനെ സ്നേഹിക്കണം. അവിടുത്തെ പേരിൽ എല്ലാ ദിവസവും ഒരു സൂറത്തു യാസീൻ പതിവാക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ.